ശിക്ഷ വിധിക്കുകയാണെങ്കിൽ, കുറഞ്ഞ ശിക്ഷയാണെങ്കിൽ ചിലപ്പോൾ ജാമ്യത്തിന് വേണ്ടി അപ്പോൾ തന്നെ കൊടുക്കും, അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുമായിരിക്കും. ഏതായാലും ഇനിയിപ്പോൾ ഇതിനകത്ത് നിയമ പ്രതിസന്ധി അതിലെന്താണ് പോംവഴി എന്നുള്ളതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇപ്പോൾ താമസിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ശിക്ഷാവിധിയിൽ ഓർഡർ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കോടതി. ശിക്ഷ ഇപ്പോൾ തന്നെ പറയാനുള്ള ഓർഡർ അടിക്കാൻ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള കാലതാമസം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മറ്റൊരു ഓപ്ഷൻ കോടതിക്ക് തന്നെ ഒരു വിവേചന അധികാരത്തോടുകൂടി ഈ പറയുന്ന CJM കോടതിയിലേക്ക് വിടാനുള്ള കോടതി നടപടി എന്ന് പറയുന്നത് ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി, ഇന്ന വകുപ്പുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയുള്ള വിധി പ്രഖ്യാപനം വന്ന ഉടനെ 409 തെളിഞ്ഞു എന്ന് കണ്ടപ്പോഴാണ് പ്രോസിക്യൂഷൻ നേരെ കോടതിയിൽ പോയിട്ട് പറഞ്ഞത് 409 പ്രകാരമുള്ള ശിക്ഷാവിധിയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട്? 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവാണ്. അപ്പോൾ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ് വരുന്ന വകുപ്പ് കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയാണ് അതിനകത്ത് ഈ 10 വർഷമോ ജീവപര്യന്തമൊക്കെ ശിക്ഷ വിധിക്കാൻ സെഷൻസ് കോടതിക്കാണ്, ജില്ലാ കോടതികൾക്കാണ് അധികാരം, മജിസ്ട്രേറ്റ് കോടതികൾക്ക്. പക്ഷേ ഇങ്ങനൊരു പല വകുപ്പുകളിൽ ഇത് എക്സ്ട്രാ ചാർജ് ചെയ്തുകൊണ്ട് ഈ കോടതിക്ക് അതിനകത്ത് ഒരു തീരുമാനമെടുക്കാനുള്ള, അതായത് വേണമെങ്കിൽ ശിക്ഷ വിധിക്കാം, അതിൽ പ്രതികൾക്ക് ചിലപ്പോൾ അപ്പീൽ പോവുകയൊക്കെ ചെയ്യാം, അതിന്റെ ശിക്ഷ വേണമെങ്കിൽ റദ്ദാക്കാം, അത് വീണ്ടും എന്തായാലും ഇതിന്റെ മേൽക്കോടതിയിലേക്ക് അപ്പീലുകൾ വളരെ സാങ്കേതികമല്ലേ. CJM കോടതിക്ക് അല്ലെങ്കിൽ സെഷൻസ് കോടതിക്ക് ട്രയലിന്റെ ആവശ്യമില്ലല്ലോ അതിൽ. ഇല്ല, ഇനി വാദം കേൾക്കേണ്ടി വരും. അല്ല, ഇതിനകത്ത് ഇനി അപ്പീലുകൾ ഇപ്പം മജിസ്ട്രേറ്റ് കോടതി സാധാരണഗതിയിൽ ഒരു മർഡർ കേസൊക്കെ ആകുമ്പം ജില്ലാ കോടതി മുതലാണ് അതിന്റെ ഇത് പോകുന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ വിചാരണ നടന്നിരിക്കുന്നത്. ശിക്ഷ വിധിക്കാൻ മജിസ്ട്രേറ്റ് വകുപ്പുകളൊന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കാണെങ്കിൽ അതിന്റെ വകുപ്പുകളുടെ കാഠിന്യം കൂടി ഒന്ന് വിവരിച്ചാൽ. അതിൽ ആന്റണി രാജുവിനെതിരെ ചുമത്തിയിരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ 8 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതിൽ 5 വകുപ്പുകളാണ് തെളിഞ്ഞു എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 3 വകുപ്പുകൾ ഒഴിവാക്കി. അതിൽ വിശ്വാസവഞ്ചന, തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ ഗൂഢാലോചന 120B അടക്കമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞത്. അതിൽ 409 എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ വിശ്വാസവഞ്ചന കാട്ടി എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട കുറ്റം. അതായത് തെളിഞ്ഞ വകുപ്പുകൾ എന്ന് പറയുന്നത് 217, 193, 420 IPC, 120B IPC, IPC 201, 193, 409, 34 എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 409 മാത്രമാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പറ്റാത്തത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. മറ്റ് കേസുകളിൽ മറ്റു വകുപ്പുകളിൽ ശിക്ഷ വിധിക്കാം, പക്ഷേ അങ്ങനെ വിധിക്കരുത് എന്ന് കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 409 ഒഴിച്ച് ബാക്കി വകുപ്പുകൾ ഇവിടെ പറയാം. അത് പിന്നെ വലിയ സങ്കീർണതയാവും. ആന്റണി രാജുവിനൊക്കെ അതായത് കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള, മേൽക്കോടതിയിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് തീർച്ചയായും അപ്പോൾ 409 പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന പ്രോസിക്യൂഷന്റെയും നീക്കം.